എടാ അല്ല അമ്മായിയും കനകാന്റി എന്താ ഓടണുണ്ട്? അമ്മായിയും കനകാന്റി ഓടണുണ്ട് എന്താ? എക്സസൈസ്. ഈ സമയത്താ? ബോഡിക്ക് എപ്പോഴും എക്സസൈസ് നല്ലതല്ലേ, ബ്ലഡ് സർക്കുലേഷന്. നിന്റെ മുഖത്ത് എന്താണ് ഒരു കള്ളത്തരം? നിന്റെ മുഖത്ത് എന്താ ഒരു കള്ളത്തരം? ജന്മന ഉള്ളതല്ലേ ചേച്ചി. ചേച്ചി അകത്തോട്ട് പോ, ഒരു ഗസ്റ്റ് വന്നിരിക്കണം. ഗസ്റ്റാ? ഓ, ചേച്ചിയെ കാണാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞേ. ആരാ? ആര്? ഒരാള്. ആരാ? ഒരാള് ചേച്ചി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ 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 എന്തോ വന്നേണ്. നീ എന്തൊക്കെയാ പറയണേ? ചേച്ചിയെ കാണാൻ ഒരു ഗസ്റ്റ് വന്നിരിക്കും. ചേച്ചി ഇങ്ങോട്ട് വന്നേ. ആളെ എങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പോകണ്ടോ? മോശമല്ലേ? കവർ ചെയ്യാൻ പിടിക്കാം ചേച്ചി. ഹായ് അച്ചു. ഇയാള് പോയില്ലേ? വിധി എന്നെ വിട്ടില്ല. എന്ത്? ഈ കേസ് കാരണോ ഞാൻ വീണ്ടും ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ പൊന്നു ചേച്ചി, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അമ്മച്ചിയാണ്. ഞാൻ ഈ സാധനം എന്തോ ആ റോഡിൻ്റെ അവിടെ വന്ന് നിൽക്കണ കണ്ടപ്പോൾ തന്നെ ഞാൻ ചെന്ന് അബദ്ധം പറ്റി ചോദിച്ചു പോയി, എന്താ ഇവിടെ നിൽക്കണേന്ന്. ഉടനെ ഞാൻ ഈ വീട്ടിലോട്ടാണ് വന്നത്, ഞാൻ നേരത്തെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ശരി എന്നാ പിന്നെ വീട്ടിലോട്ട് കയറി എന്ന് പറഞ്ഞ് തീർത്തില്ല. അതിന് മുമ്പ് കയറി വന്നിരുന്നു. ബബ്ലു മോനെ, ചായ. ചായ ചോദിച്ച് മേടിച്ചാണ്. ചേട്ടനൊരു തുറന്ന പ്രകൃതക്കാരനാണല്ലേ? അതെ അതെ. ഇരിക്കില്ലച്ചു, എന്തായാലും ഞാൻ വന്നതല്ലേ, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. ഒരു നിയോഗമാണല്ലോ നമ്മളെയൊക്കെ പരിചയപ്പെടുത്തിയത്. ഇരിക്ക്. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആര്? അളിയനെ. உங்களுக்கு யார பார்த்தாலும் ரொம்ப பிடிக்குதுல்ல? അതെ അതെ. മോനെ, അച്ഛൻ ഇപ്പോഴും സജീവമായിട്ട് മോന് വേണ്ടി പെണ്ണ് ആലോചിക്കുന്നുണ്ടോ? അത് അച്ഛൻ്റെ ഒരു അന്ത്യാഭിലാഷമാണ്. ഞാൻ പിന്നെ എതിർക്കാനും പോകില്ല. എന്തഭിലാഷം എന്ന് പറഞ്ഞ? അന്ത്യാഭിലാഷം. അന്ത്യ? ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. ചേട്ടൻ ഒരു തുറന്ന പ്രകൃതക്കാരനാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അളിയനത് ഫീൽ ചെയ്തല്ലേ? അളിയന് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചേട്ടാ. അതായത് ഈ കല്യാണം കഴിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന്റെ കിടപ്പ് വെച്ചിട്ട് ഒരു അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ആണ്. പക്ഷേ കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. കല്യാണം അത്ര വലിയ ആവശ്യമുള്ള സംഭവം അല്ലെന്ന്. അല്ല ആണ്. അല്ല 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 അളിയാ. അളിയാന്ന് വിളിച്ചോ? ഇല്ല, വിളിക്കൂല ചേട്ടാ. അതായത് ഈ വേണ്ട, നിന്നോളാം, കുഴപ്പമില്ല, ഇരിക്കാൻ താല്പര്യമില്ല ചേട്ടാ. അതായത് ചേട്ടൻ ഇപ്പൊ അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അയ്യോ, എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. നാട്ടില് മാമാരല്ല ഇപ്പോഴും എന്നെ കൊച്ചു പയ്യനാന്ന് പറയണത്. എനിക്ക് ഒരുപാട് മാമാരുണ്ട് കേട്ടോ നാട്ടില്. എല്ലാരും എനിക്ക് വൈകിട്ട് മുട്ടായി പോകാൻ ചേരും. ഭയങ്കര സ്നേഹമാണ്. ബബ്ലുവിന് ഏറ്റവും ഇഷ്ടമുള്ള മിഠായി ഏതാ? മുട്ടായികള് എല്ലാം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ മറ്റേ നാരങ്ങ മുട്ടായി ഉണ്ടല്ലോ, ചുവന്ന നാരങ്ങ മുട്ടായി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം തേൻമിഠായിയാണ്. എന്തോ ചായ കുടിക്ക്, ചായ അടുത്ത് പോകും. மத்தியானம் சாப்பிட்டுட்டு தானே போவீங்க? കനകാന്റി, അമ്മൂമ്മ, ചേട്ടന് പോയിട്ട് ഒരുപാട് പണി കാണും. അപ്പൊ ചേട്ടൻ ഇപ്പൊ തന്നെ ഇറങ്ങും, മധ്യാഹ്നം സാപ്പിടാൻ നിൽക്കൂല. ഇല്ലല്ലയാ, എനിക്കൊരു പണിയില്ല. അച്ഛനാ എന്നെ നോക്കണത്. ബബ്ലു മോനെ, ലച്ചുവിനെ കല്യാണം കഴിപ്പിച്ചു വിട്ടതേ അങ്ങ് കുഴിപ്പളത്താണല്ലോ. വേണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ട് പറഞ്ഞായിരുന്നു. ഞാൻ അവരെ പറ്റി അന്വേഷിച്ചു. നല്ല കുടുംബക്കാരാ. അച്ഛൻ ജനാർദ്ദനൻ നല്ല മനുഷ്യനാ, അമ്മ നല്ല സ്ത്രീയാ. പക്ഷെ ആ സിദ്ധു അവനത്ര പോരാ. അതങ്ങനെ നാട്ടിലൊന്നും വരാറില്ലല്ലേ. എത്ര നായോ വന്നിട്ട്. അതിന്റെ വിഷമം ലച്ചുവിന്റെ മുഖത്ത് നല്ലോണം ഉണ്ട്. എനിക്കത് കാണാം. അല്ലേ അല്ലേ? വന്നേ, എല്ലാരും വാ വാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.